കേരള സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടിയാണ് 1985 കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ആക്ട് പ്രകാരം 86 ജനുവരി മാസം 26 കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. 99 ഭേദഗതി പ്രകാരം മത്സ്യ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തി. 2026 ജനുവരി 26 മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതിൻ്റെ സേവനം തുടങ്ങിയിട്ട് 40 വർഷം പൂർത്തീകരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ക്ഷേമനിധിയിൽ അടച്ച അംശാദായം അവർ വിരമിക്കുന്ന സമയത്ത് തിരിച്ചു നൽകുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം നടപ്പിലാക്കണം ദീർഘകാലമായി തൊഴിലാളികളും ഈ മേഖല പ്രവർത്തിക്കുന്നതിന് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇത് പരിഗണിച്ച് ക്ഷേമനിധി അംഗങ്ങൾ അംശാദായമായി അടച്ച സംഖ്യയും അനുയോജ്യമായ സർക്കാർ വിഹിതവും ചേർത്ത് തിരികെ നൽകുന്നതിന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ച സന്തോഷകരമായ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിലവിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ അനുവദിച്ച 62,000 അംഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് 5,000 പേർക്ക് ഉൾപ്പെടെ 67,000 പേർക്ക് വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കേണ്ടി വരുമെന്ന് കണക്കാക്കുന്നു. ആദ്യഘട്ടമായി 2 കോടി രൂപ ഇപ്പോൾ ഇതിനു വേണ്ടി വിതരണം ചെയ്യുകയാണ്. ബാക്കിയുള്ള തുക അടുത്ത 2ാം ഘട്ടം ഏറ്റവും വേഗം തന്നെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. മൊത്തം ഇതിനാവശ്യമായി വരുന്ന തുക സർക്കാർ വിഹിതം കൂടി ചേർത്ത് വരുമ്പോൾ 12.15 കോടി രൂപ വേണ്ടി വരും. അപ്പോൾ ബാക്കി വരുന്ന തുക ഏറ്റവും വേഗം ഘട്ടം ഘട്ടമായി അനുവദിച്ച് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും നടപ്പിലാക്കും. ഒരു തവണയെങ്കിലും അംശാദായം അടച്ച അംഗത്തിന് ഏറ്റവും കുറഞ്ഞത് 1000 രൂപയുടെ ആനുകൂല്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 2025 ഒക്ടോബർ 20 മുതൽ 30 വരെയുള്ള തീയതികൾ അർഹരായ അംഗങ്ങളെ കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. കേരള സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെയും ചരിത്രപരമായ ഈ തീരുമാനം മത്സ്യത്തൊഴിലാളി മേഖല വലിയ ആശ്വാസം പകരുന്നതാണ്. ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അനുബന്ധ തൊഴിലാളികളിലെ ഒരു പ്രധാന വിഭാഗമായ പീലിംഗ് തൊഴിലാളികൾ, പ്രത്യേകിച്ച് അവിടെ പണിയെടുക്കുന്ന സ്ത്രീകളായ തൊഴിലാളികളാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഉണ്ടാകുന്ന തൊഴിലിൻ്റെ ഭാഗമായി വരുന്ന സവിശേഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഗൗരവമായ നിർദ്ദേശങ്ങളും ചർച്ചകളും നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായി നടന്നു വരികയാണ്. പ്രധാനമായും അവരുടെ ഇത്തരത്തിൽ വരുന്ന സവിശേഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചികിത്സാ സഹായം നൽകുന്നതിനൊരു പുതിയ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമായും കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖല കൂടുതൽ തൊഴിലാളികളും ജോലി ചെയ്തു വരുന്നത്. തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സാ ചെലവ് നിർവഹിക്കുന്നതിന് സാധിക്കുന്ന തരത്തിൽ 1.5 കോടി രൂപ ചെലവ് ഒരു സമഗ്രമായ പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലയിൽ അരൂരിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇതിനകം തന്നെ പീലിംഗ് തൊഴിലാളിക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മെഡിക്കൽ ക്യാമ്പ് 2025 ഒക്ടോബർ 25 അമ്പലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന പീലിംഗ് തൊഴിലാളികൾക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതി ക്ഷേമനിധി ബോർഡ് മുഖാന്തരമാണ് നടപ്പാക്കുന്നത്. ആദ്യ ഘട്ടമായിട്ടാണ് 1.5 കോടി രൂപയുടെ ചികിത്സാ സഹായം. തുടർന്ന് മെഡിക്കൽ ക്യാമ്പുകളിലൂടെ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് പൂർണ്ണമായ ചികിത്സാ സഹായം ഗവൺമെൻറ് പീലിംഗ് മേഖല തൊഴിലാളിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 ദീർഘകാലത്തെ തൊഴിലാളികളുടെയും മേഖലയിലെ ആളുകളുടെയും ആവശ്യങ്ങളാണ് ഇന്ന് അനുകൂലമായ തീരുമാനമായി ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നത്.